ഡിക്കുവിൻ്റെ ഫേവറേറ്റ് ഫുഡായ തേങ്ങാപ്പാൽ പത്തിരിയിൽ ഒഴിച്ചത് കഴിക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നല്ല ചൂട് ബീഫ് കറി, നല്ല സോഫ്റ്റ് പത്തിരി, അതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാലും. ആഹാ, വല്ലാത്തൊരു മണമായിരുന്നു. പിന്നെ മൂന്നും കൂട്ടി നേരെ വായിലേക്ക്. ആസ് ഡിക്യു സെഡ്, ദിസ് കോംബോ ഇസ് അമേസിങ് ഗൈസ്. അപ്പോഴാണ് ആ കടയിലെ ഷെഫ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടുത്തെ ബീഫും പഴംപൊരിയും ട്രൈ ചെയ്യാൻ പാടില്ലെന്ന്. ഇവിടുത്തെ ബെസ്റ്റ് സെല്ലറാണെന്ന്. ആഹാ, കൊള്ളാലോ ആയി. പിന്നെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നല്ലൊരു പോളിംഗ് ആയിരുന്നു ഞങ്ങളവിടെ കാഴ്ചവെച്ചത്. ഒറ്റ പ്രശ്നമുള്ളൂ ഗൈസ്, ഇത് എത്ര കഴിച്ചാലും മതിയാവുന്നില്ല. പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. പിന്നെ അവിടെ ഞങ്ങളുടെ ഫുഡടി കണ്ട് ക്യാമറാമാൻ ആ പ്ലേറ്റ് തട്ടിയെടുത്തോണ്ട് പോയി. അവനും അത് ഇഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ അവൻ്റെ വകയും ബോളിംഗ് ഉണ്ടായിരുന്നു. ക്യാമറാമാൻ ഒരു മജീഷ്യനായി മാറിയ നിമിഷ നേരം കൊണ്ട് ആ പ്ലേറ്റ് കാലി. പിന്നെ വീണ്ടും പത്തിരി തേങ്ങാപ്പാൽ ഓർഡർ ചെയ്തു. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു വെറൈറ്റിക്ക് ചായക്ക് പകരം നല്ലൊരു മുന്തിരിക്കട്ടൻ ട്രൈ ചെയ്തു. നല്ല നിറവും മണവും. അതിൻ്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുണ്ട്. കിട്ടിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വായ പൊള്ളി. ചെറുതായിട്ടൊന്നല്ല, നല്ല രീതിയിൽ തന്നെ പൊള്ളി എന്ന് പറയാം. എന്തായാലും ഇതും കൊള്ളാം. ഈവനിങ് ആകുമ്പോൾ ഈ മനോഹരമായ പാടത്തിൻ്റെ അരികിലാണ് ഈ കൊച്ചു കടയുള്ളത്. ഈ കടയുടെ പേര് മക്കാനിക് ദ സ്ട്രീറ്റ് കഫേ. അപ്പോൾ എങ്ങനെ, എല്ലാവരും പോകുകയല്ലേ നമ്മുടെ ഡിക്യുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ?